അധികാരത്തിന്റെ ഗർഭിൽ മൗസിലും പിടിച്ച് കസേരകളിലിരുന്നാൽ ജനങ്ങൾ പുച്ഛിച്ചു തള്ളുമെന്നും തൂത്തുവാരിക്കൂട്ടി തോൽപ്പിക്കുമെന്നുമൊക്കെ ആയതോടെ പഴയ ട്രെൻഡ് മാറി തുടങ്ങി. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഭരണാധികാരികളെയാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്. പുതിയ തലമുറ അതിന് മാതൃകയാവുകയാണ്. പൂർണ്ണ ഗർഭിണിയായ ഒരു യുവതിക്ക് വേണ്ടി പ്രോട്ടോകോളുകളെല്ലാം ലംഘിച്ച് അടുത്തേക്ക് ചെല്ലുന്ന ഒരു മുഖ്യമന്ത്രി. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയിയാണ് ഈ മാതൃക. முதலாவது பணியாளை അക്ഷയലക്ഷ്മി അവர்கள் ഇവർ നിറമാത ഗർഭിണിയാക ഇരിക്കാർ. ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ ജോലിയുടെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൈമാറുന്ന ചടങ്ങിനിടെയാണ് സംഭവം. ചെന്നൈയിലെ കലൈവനാഗർ അരംഗം ഓഡിറ്റോറിയമാണ് രംഗം. തമിഴ്നാട് PSC മുഖേന വൈദ്യുതി വകുപ്പിൽ ജോലി ലഭിച്ച 401 ഉദ്യോഗാർത്ഥികൾക്കാണ് വിജയ് അപ്പോയിന്റ്മെന്റ് കൈമാറിയത്. 383 അസിസ്റ്റന്റ് എഞ്ചിനീയർമാരെയും 18 ഇലക്ട്രിക്കൽ അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർമാരെയുമാണ് പുതുതായി നിയമിച്ചത്. ഈ കൂട്ടത്തിൽപ്പെട്ടയാളായിരുന്നു അക്ഷയ ലക്ഷ്മി. പൂർണ്ണ ഗർഭിണിയായിരിക്കെയാണ് അക്ഷയയ്ക്ക് ജോലി ലഭിച്ചിരിക്കുന്നത്. അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഏറ്റുവാങ്ങാനായി അക്ഷയ ലക്ഷ്മിയെ വേദിയിലേക്ക് വിളിച്ചപ്പോഴാണ് ഗർഭിണിയാണെന്ന കാര്യം വിജയ് ശ്രദ്ധിച്ചത്. പ്രസവത്തിന് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. അക്ഷയയ്ക്ക് പടി കയറി സ്റ്റേജിലെത്താൻ ബുദ്ധിമുട്ടാകുമെന്ന് മനസ്സിലാക്കിയതോടെ മുഖ്യമന്ത്രി വിജയ് ഉദ്യോഗാർത്ഥിയുടെ അടുക്കലേക്ക് എത്തുകയായിരുന്നു. തുടർന്ന് അക്ഷയ ലക്ഷ്മിക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൈമാറി. എല്ലാവിധ ആശംസകളും നേർന്നു. സുരക്ഷിതയായി കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയട്ടെ എന്നും ആശംസിച്ചു. വലിയ കയ്യടിയോടെയാണ് സദസ് ഈ പ്രവൃത്തിയെ സ്വീകരിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. എംപയർ കോളേജ് ഓഫ് സയൻസ്, മൂടാർ, കുറ്റിപ്പുറം, മലപ്പുറം.